Hi guys! ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ യാതൊരു വിധത്തിൽ ഹെർബൽ പൗഡേഴ്സും ഉപയോഗിക്കാതെ മീൻസ് നമ്മുടെ മൈലാഞ്ചി പൊടി, നീലയമരിപ്പൊടി, ഇൻഡിഗോ പൗഡർ ഇല്ലേ അത്, അല്ലെങ്കിൽ കാപ്പിപ്പൊടി, ബീട്രൂട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ സാധാരണയായിട്ട് നിങ്ങൾ യൂട്യൂബിനകത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ നരച്ച മുടി സാധാരണയായിട്ട് കറുപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാവുക. അതിൽ കുറച്ച് പേർക്കെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, കുറച്ച് പേർക്ക് ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ നരച്ച മുടിയെ നമുക്ക് പെട്ടെന്ന് തന്നെ കറുപ്പിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മാത്രം മതി കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാം. അതിന് പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ബാറിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഹെയർ ഡൈ ബാർ നമുക്ക് നരച്ച മുടി കറുപ്പിക്കുക മാത്രമല്ല, കഷണ്ടി വീണ ഭാഗത്ത് പുതിയ മുടി വളർത്താനായിട്ടും നമുക്ക് ഈ ഒരു ബാർ ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല നമുക്കിത് ഐബ്രോ ഗ്രോത്തിനും അതുപോലെ തന്നെ കൺപീരികളുടെ വളർച്ച കൂട്ടാനായിട്ടൊക്കെ നമുക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല കട്ട കറുപ്പായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് എന്നും രാത്രി കിടക്കാൻ നേരം ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് കൺമഷി പോലെ കണ്ണിൻ്റെ അകത്തിടുവാണെങ്കിൽ, നമ്മുടെ ഇന്നർ ലൈനിൽ ഇടുവാണെങ്കിൽ കാഴ്ചശക്തി കൂടാനായിട്ട് നമുക്ക് ഈ ഒരു ബാർ ഹെൽപ്ഫുൾ ആയിരിക്കും. അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു മാജിക്കൽ സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബാർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റോൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണും. അത് നമ്മുടെ വേറെ ആരുമല്ല, അഞ്ജനക്കല്ലാണ് കേട്ടോ, നമ്മുടെ സുറുമക്കല്ല്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ ഡൈ ബാർ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സുറുമക്കല്ല്, നമ്മുടെ ഒരു അഞ്ജനക്കല്ല്, ഇത് നമുക്ക് നമ്മുടെ പച്ചമരുന്ന് കടയിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ അതും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ സൈറ്റിൽ അവൈലബിൾ ആണ്. വലിയ റേറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് കുറച്ചങ്ങ് വാങ്ങി വെക്കുക. അപ്പോൾ ഇത്രയും തന്നെ നമുക്ക് ആവശ്യമില്ല, ഏകദേശം 1 ടീസ്പൂണിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്നൊരല്പം നമ്മൾ അഞ്ജനക്കല്ല് എടുത്തിട്ട് നമ്മൾ ഒരകല്ല് വെച്ചിട്ട് നിന്ന് പൊടിച്ചു കൊടുക്കുകയാണ്. ആരും തന്നെ മിക്സി ബൗളിനകത്തിട്ട് പൊടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്ക് ഒരകല്ല് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുക്കുന്നതിൻ്റെ പേരിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സിൽവർ പേപ്പറിനകത്ത് വെച്ചിട്ട് നമ്മൾ ഇടിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് അങ്ങ് ഇടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കല്ലെല്ലാം പൊടിഞ്ഞു കിട്ടും. എന്നിട്ട് നമ്മളിത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചലിച്ച് കൊണ്ടുവരണം. കാരണം അതിൻ്റെ ആ ഒരു കട്ടയൊന്നും ഇരിക്കാൻ പാടില്ല. നല്ല ഫൈനായിട്ടുള്ള പൗഡർ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു പൗഡർ ചലിക്കുന്ന സമയത്ത് വീണ്ടും ഈ ഒരു അഞ്ജനക്കല്ലിൻ്റെ പാർട്ടിക്കിൾസ്, വലിയ വലിയ പാർട്ടിക്കിൾസ് ഈ ഒരു അരിപ്പിന് ഇതിൽ കിടക്കും. അപ്പോൾ നമ്മളത് വീണ്ടും എടുക്കുക, ഇതുപോലെ ഇടിക്കല്ല് വെച്ചിട്ട് നമ്മളൊന്ന് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ അരിപ്പ് ഉപയോഗിച്ച് ചലിച്ച് അങ്ങനെ 1 ടീസ്പൂണോളം ഞാൻ ആ പൗഡർ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ ഒരു 1/4 ടീസ്പൂണാണ് ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. കാരണം നമുക്ക് ആ ഒരു കൂട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. 1/4 അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കേട്ടോ, അത്ര മാത്രം മതിയാവും. ഇനി നിങ്ങൾക്ക് ആവണക്കെണ്ണ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, ആമണ്ട് ഓയിൽ ഉപയോഗിക്കാം, ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ജസ്റ്റ് ഞാനിവിടെ ആവണക്കെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആവണക്കെണ്ണ അതുപോലെ ഞാൻ കണ്ടല്ലോ, അത് നമ്മുടെ ആ ഒരു പൗഡർ, നമ്മുടെ അഞ്ജനകളുടെ ആ ഒരു പൗഡർ നല്ല രീതിക്കൊന്ന് മിക്സ് ആയി കിട്ടണം. അതുപോലെ നല്ല കട്ടിക്കൊന്ന് മിക്സ് ആയി കിട്ടണം. അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് ഒരു ദിവസത്തേക്ക് സെറ്റ് ആവാനായിട്ട് സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ റിസൾട്ട് ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു കൂട്ട് നല്ല രീതിക്ക് നല്ല കറുപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനൊരു ടൈം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം സെറ്റ് ആവാനായിട്ട് വയ്ക്കുക. എന്നതിന് ശേഷം പിറ്റേന്ന് ദിവസം വേണം നിങ്ങൾ ഈ ഒരു ഇത് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്തെടുക്കാൻ പോകുന്ന അടുത്ത ആളെന്ന് പറയുന്നത് നമ്മുടെ ബീസ് വാക്സ് ആണ്. റീഫൈൻഡ് ബീസ് വാക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് പച്ചമരുന്ന് കടയിൽ പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോയിഷ് കളറായിട്ടുള്ള കിട്ടും, റീഫൈൻഡ് ചെയ്യാത്തത് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ വൈറ്റ് കളർ നമ്മൾ റീഫൈൻഡ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ബീസ് വാക്സ് നമുക്ക് വേണം. ചെറിയൊരു കഷ്ണം മതിയാകും കേട്ടോ. നമ്മൾ ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. ഒരു ചെറിയൊരു നമ്മുടെ ലിപ് ബാമിൻ്റെ ഒക്കെ ബോട്ടിൽ, നിങ്ങൾ പെരടുത്ത് മേടിക്കുന്ന ലിപ് ബാമിൻ്റെ ബോട്ടിലില്ല, അതിനകത്തേക്ക് ഒഴിക്കാൻ പാകത്തിലുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് തന്നെ നമുക്കിത് ഒരു 6 മാസം വരെയൊക്കെ നമുക്കിത് പുറത്ത് വെച്ച് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, നമുക്കിത് പുറത്ത് തന്നെ വെക്കാം. ഒരു 6 മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് ആ ഒരു ബീസ് വാക്സ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം മതിയാകും. അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചൂടാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു അഞ്ജനക്കല്ലും നമ്മുടെ ഈ ഒരു ആവണക്കെണ്ണയും ബീസ് വാക്സും എല്ലാം കൂടി ചേർന്ന് നല്ല കട്ടിയായിട്ടുള്ള ഒരു മിശ്രിത രൂപമായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ആരും ഇട്ട് വെക്കരുത് കേട്ടോ. ഗ്യാസ് നമ്മളിത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇടരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമ്മളിത് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. അതുപോലെ തന്നെ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു,
നമ്മൾ ആവണക്കെണ്ണയും അഞ്ചനക്കല്ലും മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരു ദിവസം സെറ്റാവാനായിട്ട് നിങ്ങൾ സമയം കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്, ആരും അത് വിട്ടു പോകരുത്. ഒരു ദിവസം സെറ്റായതിനു ശേഷം വേണം നിങ്ങൾ അതിനകത്തേക്ക് ഈ ഒരു ബീസ് വാക്സ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് സൂപ്പർ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ലിപ് ബാമിൻ്റെ ബോട്ടിനകത്തേക്ക് ഈ ഒരു കൂട്ടങ്ങ് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം നമ്മളത് തണുക്കാനായിട്ട് സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിനകത്ത് തന്നെ അങ്ങ് പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറു ചൂടോട് കൂടിയിട്ട് വേറൊരു പാത്രത്തിനകത്തേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളത് സെറ്റ് ആവാനായിട്ട് ടൈം കൊടുക്കുക കേട്ടോ. പുറത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് സെറ്റായി കിട്ടും. അതല്ല ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതങ്ങ് പെട്ടെന്ന് ഇതുപോലെ നമുക്ക് റെഡിയായി കിട്ടും, നല്ല രീതിക്ക് സെറ്റായി കിട്ടും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അഞ്ചനക്കല്ലും ആ ഒരു ആവണക്കണ്ണി മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം എടുത്ത് വെക്കാനായിട്ട്. ഒരു ദിവസം എടുത്ത് വെച്ചതിന് ശേഷം വേണം ഈ ഒരു പ്രോസസ്സിങ് ചെയ്യാനായിട്ട്. അത് ഞാൻ വീണ്ടും പറയാൻ കാരണം അത് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല കട്ട ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ജസ്റ്റ് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പറയും ഇങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്ത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിറച്ച് മുടിയായിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ആളെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ മോൻ്റെ തലമുടിയിലാണ് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം അവനക്ക് കുട്ടി നരി ഉണ്ട് കേട്ടോ, ഒരു 2-3 മുടി ഇങ്ങനെ നിറച്ചിട്ടുണ്ട് അവൻ്റെ. അപ്പോൾ ഞാൻ അതിന് മീതെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ, നമുക്ക് ആ ഒരു നരയുടെ മീതെ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ ആ മുടി നല്ല ബ്ലാക്ക് ആയിട്ട് നമുക്ക് മാറുന്നുണ്ട്. നമുക്ക് എവിടെയാണോ നരച്ച മുടി ഉള്ളത് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു കൂട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിത് എവിടെയും പുറത്ത് പോകുമ്പോഴും അപ്ലൈ ചെയ്യാം. അതല്ല നമ്മൾ വീട്ടിൽ രാത്രി കിടക്കാൻ നേരം നമുക്കിത് അപ്ലൈ ചെയ്യാം. നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. അത് മാത്രമല്ല, നമുക്കിത് പെർമനൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഡെയിലി നിങ്ങളിതൊരു റൊട്ടീൻ പോലെ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നരച്ച മുടി പെട്ടെന്ന് തന്നെ കറുപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്തത് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി തുടച്ചിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. സൂം ചെയ്തിട്ട് കേട്ടോ, നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ നരച്ച മുടി കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ ഒന്നും കൂടി സൂം ചെയ്തിട്ട് അപ്ലൈ ചെയ്ത ആ ഒരു ഭാഗം വീണ്ടും ഒന്ന് തുടച്ച് കളയാണ്. തുടച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ ഒരു പ്രോസസ്സിങ്. അതുപോലെ തന്നെ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്നൊന്നും റിമൂവ് ആവത്തില്ല. നമുക്ക് ഓയിലോ അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകുമ്പോഴാണ് നമ്മുടെ മുടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് മാക്സിമം നല്ല അമർത്തി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നരച്ചുമുടി കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്കിവിടെ ഒരു നരച്ചുമുടി മാത്രമേ എനിക്കിവിടെ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ മുടിയിൽ 1-2 മുടി നരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്കിപ്പോൾ കണ്ണിൽ എന്നെ കാണുന്നില്ല. വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല, ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മീതെയാണ് ഞാൻ നേരത്തെ നമ്മുടെ ആ ഒരു ഹെയർ ഡൈ ബാർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് കാണിച്ചു തരികയാണ് എത്രമാത്രം നമ്മുടെ റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ ബാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം റിസൾട്ട് ആണെന്നുള്ളത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരണം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ആ ഒരു ബാർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു നരച്ചുമുടി കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു രീതിക്ക് നിങ്ങൾ ഓരോരോ കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് ആ രീതിക്ക് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് റെഗുലർ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കണം കേട്ടോ. നിങ്ങൾക്ക് രാത്രി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. രാത്രി ആകുമ്പോൾ നമുക്കിത് കുറേ നേരം നമ്മുടെ തലമുടിയിൽ ഇരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാത്രി അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഈ രീതിക്ക് അങ്ങ് കൊണ്ടുവരിക. നമ്മൾ എവിടേക്കാണ് നരച്ച മുടിയുള്ളത് ആ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നരച്ച മുടി കറുപ്പിക്കുകയും ചെയ്യാം, പുതുമുടി നമുക്ക് വളർത്തിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഗൈസ്, എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ റിസൾട്ട് കിട്ടിയെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.